ശ്രീമദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം പ്രഭാഷണ പരമ്പരയുടെ 10ാം ഭാഗത്തിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഭഗവത്ഗീത 2ാം അധ്യായം സാഖ്യയോഗമാണ് കഴിഞ്ഞ 2 ഭാഗങ്ങളിലായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിയിലൂടെ, ചിന്തയിലൂടെ, അറിവിലൂടെ യോഗത്തെ മനസ്സിലാക്കുക അല്ലെങ്കിൽ യോഗത്തെ പ്രാപിക്കുക എന്നതാണ് സാഖ്യം എന്ന പദപ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. കുറ്റങ്ങളും കുറവുകളുമുള്ള അപൂർണനായ മനുഷ്യനെ ആധ്യാത്മിക സാധനാ മാർഗങ്ങളിലൂടെ ഉയർത്തി ഈശ്വരതുല്യനായ പൂർണ്ണ മനുഷ്യനാക്കുക എന്നതാണ് യോഗം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തൽക്കാലം നമുക്ക് മനസ്സിലാക്കാം. ഇതിനെ ആത്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം, മോക്ഷപ്രാപ്തി എന്ന പേരുകളിലും മനസ്സിലാക്കാവുന്നതാണ്. അതായത് അറിവിലൂടെ ഈശ്വരതുല്യനാകുക അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടുക എന്നതാണ് സാഖ്യയോഗം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആത്മജ്ഞാനമാണ് ഈ അധ്യായത്തിൻ്റെ വിഷയം. വളരെ ശ്രദ്ധയോടെ കേട്ടും പഠിച്ചും മനനം ചെയ്തുമേ ഈ വേദാന്ത വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയൂ. ഇങ്ങനെ കാര്യങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മുടെ ചില ചാനൽ ഗീതാ പണ്ഡിതന്മാരെ പോലെ ശ്ലോകങ്ങളുടെ കേവല ബാഹ്യാർത്ഥങ്ങൾ മാത്രം മനസ്സിലാക്കി അതിൽ തങ്ങളുടെ വിവരദോഷത്തിൻ്റെ പല ഘടകങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് ഗീത ഉദ്ദേശിക്കാത്ത എന്തോ ഒന്നാക്കി മാറ്റി സമൂഹത്തിൽ അവതരിപ്പിച്ച് മിടുക്കരാകാനാകും ആരും ശ്രമിക്കുക. അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞതൊന്നും തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഭഗവാനാണ് എല്ലാം എന്ന് പറഞ്ഞ് ഗീതയെ പട്ടിൽ പൊതിഞ്ഞ് പൂജാമുറിയിൽ വെച്ച് പൂജിച്ച് ഈശ്വരാനുഗ്രഹം നേടാനായിരിക്കും കുറേ പേർ ശ്രമിക്കുക. പക്ഷെ ഇതൊന്നും കൊണ്ട് തന്നെ ഒരു കാര്യവുമില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നാം ശ്രദ്ധിച്ച് ഗീത പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് കഴിയുന്നിടത്തോളം ഭംഗിയായി മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കാം. ഗീതോപദേശത്തിൻ്റെ തുടക്ക ശ്ലോകം, അതായത് 2ാം അധ്യായം സാഖ്യയോഗം 11ാം ശ്ലോകം, കഴിഞ്ഞ പ്രാവശ്യം അത് ചൊല്ലുകയാണ് നിർത്തിയത്. വീണ്ടും അത് ചൊല്ലുകയാണ്. ശ്രീ ഭഗവാൻ ഉവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാം ഛ ഭാഷസേ ഗദാസൂന ഗദാസൂം ഛ നാനുശോചന്തി പണ്ഡിതാഃ. അർത്ഥം, ശ്രീ ഭഗവാൻ പറഞ്ഞു, ദുഃഖിക്കേണ്ടാത്തവരെക്കുറിച്ച് ദുഃഖിച്ചു നീ പണ്ഡിതന്റെ വാക്കുകൾ പറയുകയും ചെയ്യുന്നു. പണ്ഡിതന്മാർ മരിച്ചവരെക്കുറിച്ചും മരിക്കാത്തവരെക്കുറിച്ചും അനുശോചിക്കുന്നില്ല. ദുഃഖിക്കേണ്ടാത്തവരെക്കുറിച്ച് ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ദുര്യോധനാദികളെ വധിക്കുന്നതിൻ്റെ പേരിലുള്ള ദുഃഖത്തെക്കുറിച്ച് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞതാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചിന്തിക്കാമെങ്കിലും 2ാമത്തെ വാചകത്തിൽ, അതായത് പണ്ഡിതന്മാർ മരിച്ചവരെക്കുറിച്ചും മരിക്കാത്തവരെക്കുറിച്ചും അനുശോചിക്കുന്നില്ല എന്ന് പറയുന്നതിനാൽ അർത്ഥം കുറെ കൂടി ഗഹനമാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പണ്ഡിതന്മാർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിനെ ആത്മജ്ഞാനികൾ എന്ന് മനസ്സിലാക്കാം. അതായത് ആത്മജ്ഞാനികൾ മരിച്ചവരെക്കുറിച്ചും മരിക്കാത്തവരെക്കുറിച്ചും ഓർത്ത് അനുശോചിക്കുന്നില്ല എന്നാകും അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? 2 ശ്ലോകങ്ങൾ കൂടി ചൊല്ലിയിട്ട് ഇക്കാര്യം അടിസ്ഥാനപരമായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശ്ലോകം 12. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നച്ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, നീയും ഇല്ലാതിരുന്നിട്ടില്ല, ഈ രാജാക്കന്മാരാരും ഇല്ലാതിരുന്നിട്ടില്ല, ഇനിമേൽ നമ്മളെല്ലാവരും ഉണ്ടാകാതെ ഇരിക്കുകയുമില്ല. അല്പം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള പ്രയോഗങ്ങളൊക്കെയാണ് ഇല്ലേ? നമുക്കത് ശരിക്കും മനസ്സിലാക്കാം. അടുത്ത ശ്ലോകം 13. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. അർത്ഥം,
മനുഷ്യന് ഈ ദേഹത്തിൽ എങ്ങനെയാണോ കൗമാരവും യൗവനവും ജരയും അങ്ങനെ തന്നെയാണ് ദേഹാന്തര പ്രാപ്തിയും ഉണ്ടാകുന്നത്. ധീരൻ അതിൽ മോഹിക്കുന്നില്ല. ഹൈന്ദവ ആത്മീയതയിലെ ആത്മാവിനെക്കുറിച്ചുള്ള പരാമർശമാണ് ഈ 3 ശ്ലോകങ്ങളിലും കാണുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ആത്മാവെന്നുള്ളത് അല്പം ശാസ്ത്രീയമായിട്ട് തന്നെ അല്ലെങ്കിൽ അല്പം യുക്തിപരമായിട്ട് തന്നെ ചിന്തിച്ചു നോക്കാം. കാണാൻ കഴിയുന്ന ഒരു ശരീരവും അതിൽ കാണാൻ കഴിയാതെ നിലകൊള്ളുന്ന ഒരു ചൈതന്യവും, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മാറ്റർ ആൻഡ് സ്പിരിറ്റ് ചേർന്നതാണ് ജീവികളെല്ലാം. പഞ്ചഭൂതങ്ങൾ, അതായത് അഗ്നി, ഭൂമി, വായു, ആകാശം, ജലം, ഇവ കൊണ്ടാണ് ഏതൊരു ശരീരവും സൃഷ്ടിക്കപ്പെടുന്നത്. ചൈതന്യം ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം ശരീരം സജീവമായി നിലനിൽക്കും. ചൈതന്യം അകലുന്നതോടെ, നമ്മൾ സാധാരണ മരണമെന്ന് പറയുന്നത് അതിനെയാണ്. അങ്ങനെ ചൈതന്യം അകലുന്നതോടെ ജഡമാകുന്ന ശരീരം നശിച്ച് അതിൻ്റെ ഘടകങ്ങളായി ഈ പ്രപഞ്ചത്തിൽ ലയിച്ചു ചേരുന്നു. അതായത് അഗ്നി, ഭൂമി, വായു, ആകാശം, ജലം എന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരം അതിൻ്റെ ചൈതന്യം വിട്ടു പോകുമ്പോൾ അത് മരിച്ചു എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ ജഡമാകുന്ന ശരീരം നശിച്ച് അതിൻ്റെ ഘടകങ്ങളായി ഈ പ്രപഞ്ചത്തിൽ ലയിച്ചു ചേരുന്നു. പിണ്ടത്താൽ നിർമ്മിതമായ ശരീരം ഇങ്ങനെ നശിക്കുമെങ്കിലും അതിന് ജീവൻ നൽകുന്ന ചൈതന്യം, ഇതിനെയാണ് ആത്മാവ്, സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത്, നശിക്കുന്നതല്ല. പിണ്ടത്താൽ നിർമ്മിക്കപ്പെട്ടതല്ല ചൈതന്യം എന്നത് തന്നെ അതിന് കാരണം. അങ്ങനെ നശ്വരമായ ശരീരവും അനശ്വരമായ ചൈതന്യവും കൂടി ചേർന്നതാണ് മനുഷ്യരായ നാമെല്ലാം. ശരീരത്തിനും ചൈതന്യത്തിനും വെവ്വേറെ നിലനിൽക്കാൻ കഴിയില്ല. ഇവ രണ്ടും കൂടി ചേർന്നിരിക്കുമ്പോഴാണ് രണ്ടിൻ്റെയും പ്രഭാവം ഒന്നായി ഭവിച്ച് പ്രവർത്തനക്ഷമമായ ജീവശരീരമാകുന്നത്. ഒരു ഇലക്ട്രിക് ബൾബുമായി ഈ അവസ്ഥയെ നമുക്ക് താരതമ്യം ചെയ്യാം. വെറും ഒരു ബൾബ് പ്രകാശിക്കുന്നില്ല. അതിലെ ഫിലമെൻറ്റിലൂടെ വൈദ്യുതി കടക്കുമ്പോൾ മാത്രമാണ് അത് പ്രകാശിക്കുന്നത്. വെറും ബൾബിനോ വെറും വൈദ്യുതിക്കോ തനിയെ പ്രകാശിക്കാൻ കഴിയില്ല. രണ്ടും ചേർന്നിരുന്നാലേ പ്രകാശം ഉണ്ടാകുകയുള്ളൂ. ചൈതന്യമാകുന്ന വൈദ്യുതിക്ക് ബൾബിനെ മാത്രമല്ല മറ്റു പല ഉപകരണങ്ങളെയും പ്രവർത്തനക്ഷമമാക്കാൻ കഴിയും. ഇതുതന്നെയാണ് ആത്മാവിൻ്റെയും പ്രകൃതം. അതിന് പ്രകടമാകാൻ, അതായത് മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരു ശരീരം ആവശ്യമാണ്. അത് മനുഷ്യ ശരീരം വേണമെന്നില്ല. ഏത് ശരീരത്തിൽ അത് നിലനിൽക്കുന്നുവോ ആ ശരീരത്തിന് ജീവനുണ്ടായി അത് പ്രവർത്തനക്ഷമമാകുന്നു. ഈ വൈദ്യുതി എന്നതുപോലെ ആത്മാവ്, വൈദ്യുതിയും ആത്മാവ് പോലും നല്ല കമ്പാരിസണാണ്. കാരണം വൈദ്യുതിയെ നമുക്ക് കാണാനൊക്കത്തില്ല, ആത്മാവിനെയും കാണാനൊക്കത്തില്ല. പക്ഷേ വൈദ്യുതി ഇല്ലെങ്കിൽ ഒരു ഉപകരണങ്ങളും പ്രവർത്തിക്കില്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ഇതുപോലെ തന്നെയാണ് ആത്മാവില്ലെങ്കിൽ അല്ലെങ്കിൽ ആത്മചൈതന്യമില്ലെങ്കിൽ ഒരു ശരീരവും പ്രവർത്തിക്കത്തില്ല. അങ്ങനെ ശരീരവും ബൾബും ജഡങ്ങളാണ്. വൈദ്യുതിയും ആത്മാവും ഊർജമാണ്. അത് കാണാൻ കഴിയുന്നതല്ല, പക്ഷേ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ, അത് പ്രകടമാകുന്നത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇനിയും ശ്രീകൃഷ്ണൻ പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കഴിഞ്ഞ 3 ശ്ലോകങ്ങളിൽ അർജുന, നീ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശരീരങ്ങളെ, അതായത് ഭീഷ്മർ, ദ്രോണർ, ദുര്യോധനാദികൾ, മറ്റുള്ള മിത്രങ്ങൾ, ബന്ധുക്കളെയൊക്കെ ആണല്ലോ അദ്ദേഹം കണ്ടിട്ടാണല്ലോ ഈ അവരെയൊന്നും കൊല്ലാൻ കഴിയില്ല എന്ന് പറഞ്ഞുള്ള ഈ ദുഃഖത്തിനെല്ലാം കാരണം. അതുകൊണ്ടാണ് പറയുന്നത്, അർജുന, നീ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശരീരങ്ങളെ മാത്രമാണ് കാണുന്നത്. അതെല്ലാം നിന്റെ ബന്ധുമിത്രാദികളാണെന്നും അവരെ യുദ്ധത്തിൽ കൊല്ലാൻ കഴിയില്ല എന്നുമാണല്ലോ നീ പറയുന്നത്. നശ്വരമായ ശരീരങ്ങളെ സചേതനമാക്കുന്ന അനശ്വരനായ ആത്മാവിനെ നീ കാണുന്നില്ലേ? ഞാൻ എന്നൊരുവൻ സ്വശരീരത്തിലേക്ക് വിരൽ ചൂണ്ടി പറയുമ്പോൾ എന്തിനെയാണ് ലക്ഷ്യമാക്കുന്നത്? ശരീരത്തെയോ അതോ ആത്മാവിനെയോ? ആത്മാവിനെയാണെന്ന് ബോധമുള്ളവർ മനസ്സിലാക്കുന്നു. നിത്യമായ ആത്മാവിന് മരണമില്ലെന്ന് പണ്ഡിതന്മാർക്കറിയാം. ജനന മരണങ്ങൾ സംഭവിക്കുന്നത് പഞ്ചഭൂതാത്മകമായ ശരീരത്തിന് മാത്രമാണ്. അത് നിരന്തരമായ പ്രക്രിയയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പണ്ഡിതന്മാർ ജനനത്തിൽ സന്തോഷിക്കുകയോ മരണത്തിൽ ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല. കാരണം ജനിക്കുന്നതും മരിക്കുന്നതുമെല്ലാം ഈ ശരീരമാണ്.
പക്ഷേ ശരീരത്തിനുള്ളിലെ ചൈതന്യമാണ് കാര്യം. അതിന് മരണമില്ല. അത് വൈദ്യുതി പോലെയാണ്. അത് അങ്ങനെ അനശ്വരമായി സുറ്റതാക്കുന്ന ആ ചൈതന്യത്തെയാണ് നാം കാണേണ്ടത്. അതിന് മരണമില്ലാത്ത സ്ഥിതിക്ക് ശരീരം ജനിക്കുമ്പോഴോ ശരീരം മരിക്കുമ്പോഴോ നമ്മളെന്തിനാണ് ദുഃഖിക്കുന്നത്? അതുകൊണ്ടാണ് ആത്മജ്ഞാനികൾ അല്ലെങ്കിൽ ആത്മവിഷയത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ആളുകൾ, പണ്ഡിതന്മാർ ജനനത്തിൽ സന്തോഷിക്കുകയോ മരണത്തിൽ ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ മരിച്ചവരെക്കുറിച്ചും മരിക്കാത്തവരെക്കുറിച്ചും ദുഃഖിക്കുന്നില്ല. പക്ഷേ മമതാബന്ധത്താൽ ബോധം മറഞ്ഞു നിൽക്കുന്ന ഈ പണ്ഡിതന്മാർ കാണുന്നത് പോലെയല്ല കാര്യങ്ങളെ കാണുന്നത്. എന്നാൽ സംസാരിക്കുന്നതോ വലിയ പണ്ഡിതനെ പോലെയും. അത് നമ്മുടെയൊക്കെ ഒരു സ്വഭാവമാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നും അറിയത്തില്ല എങ്കിലും എല്ലാം അറിയാവുന്നവരെ പോലെ നമ്മൾ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അതെനിക്ക് തോന്നുന്നത് നമ്മൾ മലയാളികൾ അതിന് വളരെ വലിയ മിടുക്കന്മാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അറിവൊന്നും വേണമെന്നില്ല. പക്ഷേ നമ്മൾ ആർക്കും ക്ലാസ് അർജുന, ഞാനും നീയും ഈ രാജാക്കന്മാരും എല്ലാം എന്നും ഉണ്ടായിരുന്നു, ഇനി ഉണ്ടായിരിക്കുകയും ചെയ്യും. കാരണം നാം എല്ലാവരും അനശ്വരമായ ആത്മാക്കൾ മാത്രമാണെന്ന് തന്നെ. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, നീയും ഇല്ലാതിരുന്നിട്ടില്ല, ഈ രാജാക്കന്മാരും ഇല്ലാതിരുന്നിട്ടില്ല, ഇനിമേൽ നമ്മളെല്ലാവരും ഉണ്ടാകാതെ ഇരിക്കുകയുമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ശരീരങ്ങൾ എല്ലാം പോവും, അല്ലെങ്കിൽ പുതിയ ശരീരങ്ങൾ വരും. പക്ഷേ അതിനുള്ളിൽ നിൽക്കുന്ന ആത്മചൈതന്യത്തിന് മരണമില്ലാത്ത സ്ഥിതിക്ക് അതൊരിക്കലും നശിച്ചിട്ടില്ല, അതൊരിക്കലും ജനിക്കാനും പോകുന്നില്ല, അതൊരിക്കലും മരിക്കാനും പോകുന്നില്ല, അതില്ലാതിരിക്കുകയില്ല. അത് ഇനി 13-ാം ശ്ലോകത്തിനെ എടുത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒരു ശരീരത്തിൽ എങ്ങനെയാണോ കൗമാരവും യൗവനവും ജരയും പ്രകടമാകുന്നത്, അതുപോലെയുള്ള ഒരു മാറ്റം മാത്രമാണ് ദേഹാന്തരപ്രാപ്തിയും, അതായത് മരണമെന്നത്. അതായത് നമുക്ക് കാവ്യാത്മകമായി പറഞ്ഞാൽ, കാവ്യാത്മകമല്ല ശാസ്ത്രീയമായിട്ടും പറയാം, ഒരു ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കുള്ളത് ബാല്യം മരിച്ച് കൗമാരത്തിൻ്റെ ജനനമാണ്. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ള പോക്കെന്ന് പറഞ്ഞാൽ കൗമാരം മരിച്ച് യൗവനത്തിലേക്ക് പോവുകയാണ്. ഇനി യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ യൗവനം മരിച്ചിട്ട് വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ്. ഇതിനെ കാവ്യാത്മകമായി പറയാം. ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരത്തിലെ സെല്ലുകളെല്ലാം, ശരീരത്തിലുള്ള മുഴുവൻ കോശങ്ങളും ഒരു നിശ്ചിത കാലയളവിൽ, ആ കാലയളവ് ഞാൻ ഓർക്കുന്നില്ല, മൊത്തമായിട്ട് മാറ്റപ്പെടും. അതായത് ബാലനായിരുന്ന നിങ്ങളല്ല കൗമാരത്തിൽ കാണുന്നത്. കൗമാരത്തിൽ കാണുന്ന നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന സകല കോശങ്ങളും മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും വേറൊരാളായിട്ടാണ് ഒരു യൗവനത്തിലേക്ക് വരുന്നത്. യൗവനത്തിൽ നിന്നും ജരയിലേക്ക് പോകുമ്പോഴും ഇങ്ങനെ ശരീരത്തിലുള്ള മൊത്തം സെല്ലുകൾ മാറ്റപ്പെടുമ്പോൾ, അതായത് ഒരു ദശ മരിച്ചതിന് ശേഷം മറ്റൊരു ദശാകാലത്തിലേക്ക് മാറുന്നു. അങ്ങനെ ജനനവും മരണവും ഇങ്ങനെ സ്ഥിരമായിട്ട് ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെയുള്ള ഒരു കാര്യം മാത്രമാണ് ഈ മരണമെന്ന് പറയുന്നതും എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഞാൻ എന്ന് പറയുന്നത് ബാലനായിരിക്കുമ്പോൾ മുതൽ മരിച്ചു വീഴുന്നത് വരെ ആ ഞാൻ ഒരേ ആൾ തന്നെയാണ്. അതായത് ശരീരം പല പ്രാവശ്യം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ ഞാൻ എന്ന് പറയുന്നത് ഒരേ ആൾ തന്നെയാണ്. എപ്പോൾ മുതൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ എന്ന് പറയുന്നതും മരിച്ചു വീഴുന്ന ദിവസം വരെ ഞാൻ എന്ന് പറയുന്നതും ഒരേ ആൾ തന്നെയാണ്. ആ ആളിനെയാണ് ആത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിന് മരണമില്ല. ശരീരത്തിലെ സെല്ലുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്യന്തികമായിട്ട് ആത്മചൈതന്യം പോകുമ്പോൾ അത് മൊത്തമായിട്ട് നശിച്ച് ഈ പ്രകൃതിയിൽ ലയിച്ചു ചേരും. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ എല്ലാ അർത്ഥം, യഥാർത്ഥത്തിൽ മനുഷ്യൻ, ഞാനൊരാളിനെ ഒരു പേര് വിളിച്ച് പറയുകയാണ്, ആ പേരിലോ ആ ബാഹ്യമായിട്ട് നാം കാണുന്ന ശരീരത്തിലോ അല്ല കാര്യം. ആ ശരീരത്തിനെ സചേതനമാക്കി നിർത്തുന്ന ആത്മബോധത്തെ, ആ ഉള്ളിലെ ഊർജത്തിനെയാണ് നാം കാണേണ്ടത്. അത് ഒരിക്കലും നശിക്കാത്ത സ്ഥിതിക്ക് ശരീരം വീഴുമ്പോൾ നീ എന്തിനാണ് അതിനെക്കുറിച്ച് അനാവശ്യമായിട്ട് വ്യാകുലപ്പെടുന്നത്? ശരീരമാണ് അമ്പേറ്റ് വീഴുന്നത്, ആത്മാവല്ല. നിത്യമല്ലാത്ത ഒരു വസ്തു നശിച്ചു പോകുന്നത് നീ എന്തിന് വ്യാകുലപ്പെടണം? അതായത് ഭീഷ്മർ, ദ്രോണർ, ബന്ധുമിത്രാദികൾ എന്നൊക്കെ പറയുന്നത് അവർ ശരീരങ്ങൾ മാത്രമാണ്. ആ ശരീരത്തിനുള്ള ഊർജ്ജം അവിടെ നിൽക്കുന്നു. ശരീരങ്ങളെല്ലാം അമ്പേറ്റ് താഴെ വീഴും.
പക്ഷെ ഊർജം അല്ലെങ്കിൽ ആത്മാവ് നശിക്കാത്ത സ്ഥിതിക്ക് പിന്നെ നീ എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? കാരണം നീ ഭീഷ്മരെ കൊന്നിട്ടില്ല, നീ ദ്രോണരെയും കൊന്നിട്ടില്ല, നീ ആരെയും കൊന്നിട്ടില്ല. കാരണം ഈ അവരെന്നൊക്കെ പറയുന്നത് നീ കാണുന്നത് ബാഹ്യമായ രൂപമാണ്. പക്ഷേ ബാഹ്യമായ രൂപമല്ല, ആ രൂപത്തിനെ ജീവസുറ്റതാക്കുന്ന ആത്മാവ് ആണ് നീ കാണേണ്ടത്. ആ ആത്മാവ് ഒരിക്കലും മരിക്കാത്തിടത്തോളം കാലം നീ എന്തിനാണ് അതിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കൂടുകൾ താഴെ വീഴുന്നതിനെക്കുറിച്ച് നീ അനാവശ്യമായിട്ട് ചിന്തിക്കുന്നത്? ഇത് നിന്റെ ബുദ്ധി മറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നതാണ്. അർജുന, ദുഃഖിക്കാൻ ഒരു കാരണമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നീ വെറുതെ ദുഃഖിക്കുകയാണ്. ഈ തോന്നലൊക്കെ നിന്റെ ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്ത ശ്ലോകം അതിനെക്കുറിച്ച്. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഃ ആഗമാവായിനോ നിത്യാസ്താം സ്ഥിതിക്ഷസ്വ ഭാരത. വിഷയങ്ങളും തമ്മിലുള്ള സ്പർശങ്ങൾ ശീതോഷ്ണങ്ങളെയും സുഖദുഃഖങ്ങളെയും നൽകുന്നവയും വന്നും പോയും ഇരിക്കുന്നവയും അനിത്യങ്ങളുമാണ്. ഭരതവംശത്തിൽ ജനിച്ചവനെ അത് നിർവികാരനായി നീ സഹിച്ചുകൊള്ളുക. ഇവിടെ നല്ല ഒരു ശ്ലോകമാണിത് പറയുന്നത്. അർജുന, നിന്റെ ഈ തോന്നലൊക്കെ നിന്റെ ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന രീതി അതാണ്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ, ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇത് ആണ് പഞ്ചേന്ദ്രിയങ്ങൾ. ഇത് വിഷയമെന്ന് പറഞ്ഞാൽ ഇപ്പം ചെവിയുടെ വിഷയമാണ് ശബ്ദം, മൂക്കിൻ്റെ വിഷയമാണ് മണം, ത്വക്കിൻ്റെ വിഷയമാണ് സ്പർശം, നാക്കിൻ്റെ വിഷയമാണ് രുചി. ഇങ്ങനെ ഓരോന്നിനും ഓരോ വിഷയങ്ങളുണ്ട്. അതായത് ഇന്ദ്രിയമൊന്ന്, ഇന്ദ്രിയത്തിൻ്റെ വിഷയമൊന്ന്, കണ്ണിൻ്റെ രൂപം, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളാണ്. അപ്പം ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ വിപരീത ഭാവങ്ങളായ ശീതവും ഉഷ്ണവും സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും നല്ലതും ചീത്തയും അഭിമാനവും അപമാനവും ഉണ്ടാക്കുന്നു. അതായത് ദ്വന്ദ്ഭാവങ്ങൾ, അതായത് അങ്ങനെ പല വിപരീത ഭാവങ്ങളും ഉണ്ടാക്കുന്നു. വിപരീത ഭാവങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരു ഭാവത്തിൽ മനസ്സ് ഉറച്ചു നിൽക്കുന്നില്ല എന്നാണ് അർത്ഥം. ഇതിനെല്ലാം കാരണം ഇന്ദ്രിയങ്ങളും മനസ്സുമാണത്രേ. അതായത് വികാരതലത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ബുദ്ധിയുടെ പ്രയോഗം ഇല്ല എന്നർത്ഥം. അത് ഉണ്ടായിക്കഴിയുമ്പോൾ ഈ ദ്വന്ദ്ഭാവങ്ങൾ ഉണ്ടാക്കുന്ന വൈകാരികതയൊക്കെ മാറി ഒരേ ഭാവത്തിൽ മനസ്സ് ഉറച്ചു നിൽക്കും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഇനി വരും ഭാഗങ്ങളിൽ നമുക്ക് വിശദമായി പഠിക്കാം. അങ്ങനെ വന്നും പോയും ഇരിക്കുന്ന ഇന്ദ്രിയപരമായ പ്രശ്നങ്ങളുടെ പിറകെ പോവുകയല്ല, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിപൂർവമായി ചിന്തിക്കുകയാണ് നീ ചെയ്യേണ്ടത്. അങ്ങനെ ബുദ്ധിപൂർവമായി ചിന്തിക്കുമ്പോൾ നിത്യമായത്, അതായത് എന്നും നിലനിൽക്കുന്നതും നിനക്ക് കീർത്തി നൽകുന്നതുമായ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ തിരിയേണ്ടത് എന്ന് നിനക്ക് തന്നെ മനസ്സിലാകും അർജുന. ഇപ്പോൾ വികാരതലത്തിലാണ് നിന്റെ നിൽപ്പ് എന്നും അവിടം കടന്ന് വിവേകതലത്തിലേക്ക് നീ ഉയരണം എന്നുമാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം അർത്ഥം. ഇതുവരെ പറഞ്ഞതിനെ ഒന്ന് ചുരുക്കി മനസ്സിലാക്കാം. അർജുന, ബാഹ്യമായി കാണുന്ന ശരീരമല്ല, ആ ശരീരത്തിനെ ജീവസുറ്റതാക്കുന്ന ആത്മാവാണ് കാര്യം. ആത്മാവിനെ ഈശ്വരീയതയെന്നോ വളരെ സാമാന്യമായ അർത്ഥത്തിൽ ഈശ്വരൻ തന്നെയെന്നോ നമുക്ക് ചിന്തിക്കാം. അതായത് നശിച്ചു പോകാവുന്ന ശരീരത്തിനെ നിലനിർത്തി കർമ്മങ്ങൾ ചെയ്യാൻ കഴിവുള്ളതാക്കുന്ന ആത്മാവിലാകണം, ഈശ്വരനിലാകണം നിന്റെ ശ്രദ്ധ. അല്ലാതെ നശിച്ചു പോകുന്ന ശരീരങ്ങളിൽ ആകരുത്. നിന്റെ ദുഃഖമെല്ലാം ഈ നശ്വര ശരീരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ബന്ധുമിത്രാദികൾ മരിക്കുന്നതിനെക്കുറിച്ച് നീ ചിന്തിക്കുന്നത് അവരെ ബാഹ്യ ശരീരങ്ങൾ മാത്രമായി നീ കാണുന്നത് കൊണ്ടാണ്. സത്യം അതല്ല. ധാർമ്മികമായ ഒരു യുദ്ധം ചെയ്യാനാണ് നീ യുദ്ധക്കളത്തിൽ വന്നിരിക്കുന്നത്. ആ കർമ്മം നിർവഹിക്കുന്നതിലൂടെയാണ് നിനക്ക് കീർത്തി ഉണ്ടാകുക. അങ്ങനെ ലോകമുള്ളിടത്തോളം കാലം നിനക്ക് കീർത്തി ഉണ്ടാകുന്ന ഒരു സത്കർമ്മം ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കെ അതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് പകരം നീ ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകാവുന്ന കുറേ ശരീരങ്ങളെ ഓർത്ത് ആ മഹനീയ കർമ്മം ചെയ്യുന്നതിൽ വിമുഖത കാണിക്കുന്നത് ശരിയാണോ? ലോകസംഗ്രഹത്തിനായി ആത്മബോധത്തിലൂന്നി നിന്നുകൊണ്ടുള്ള
ധർമാചരണമാണ് വേണ്ടതെന്നും മറ്റു ചിന്തകളാൽ ആ മഹനീയ ദൗത്യത്തിൽ നിന്നും വ്യതിചലിക്കരുതെന്നുമാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം പൊരുളെന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകങ്ങളുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇന്ന് പറഞ്ഞ ആത്മവിഷയം എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായി കാണണം എന്നില്ല. ഭക്തിവിശ്വാസപരമായി മാത്രം ഹൈന്ദവാത്മീയതയെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ അല്പം കൂടി സമയമെടുക്കും. അത് സാരമില്ല, ശ്രമിച്ചാൽ ഇത് കൃത്യമായും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. നാം അനുവർത്തിച്ചു പോരുന്ന സാധാരണ ഭക്തിവിശ്വാസ ചിന്തകളുമായി ഇപ്പറഞ്ഞതിനെ ഒന്നും കൂട്ടിക്കലർത്തി ചിന്തിക്കരുതെന്നേ ഉള്ളൂ. ആത്മവിഷയം ശരിക്കും മനസ്സിലായിക്കഴിഞ്ഞാൽ ഭക്തിവിശ്വാസപരമായ കാര്യങ്ങളെന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങളിൽ അടക്കം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെയും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ഞായറാഴ്ച കാണാം. എല്ലാവർക്കും നമസ്കാരം.